വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിംഗ്, ട്രൂ ബെയറിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ്. അപ്പം നമുക്ക് ഈ കോമ്പസിൻ്റെ അകത്തുനിന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. നമുക്ക് ഈ കോമ്പസിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഫിഗറിനാണ് ഇമ്പോർട്ടൻറ്റ്. ഫിഗർ ഇൻ ദ സെൻസ് നമ്മൾ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷൻ വരച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് അതിനാണ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളത്. പല ഇക്വേഷൻസ് ഉണ്ടാവും പ്രോബ്ലംസ് ചെയ്യാനായിട്ട്, പല രീതിയിലുണ്ടാവും ഇക്വേഷൻസ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മിക്കവാറും ചിലപ്പോൾ തെറ്റാറുണ്ട്. അപ്പം നമുക്ക് ഈ ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കാൻ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഇക്വേഷൻ വരുന്നത്. ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ബെയറിംഗ് നിന്നും പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ചെയ്യുക. ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ട്രൂ ബെയറിങ്ങും മാഗ്നറ്റിക് ബെയറിംഗ് തമ്മിലുള്ള ഇടയിൽ വരുന്നതാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കാനാണെങ്കിൽ സെയിം ട്രൂ ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷനാണ് ചെയ്യേണ്ടത്. അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, മാഗ്നറ്റിക് ബെയറിംഗ് വേണമെന്നുണ്ടെങ്കിൽ ട്രൂ ബെയറിങ്ങും വേണം, ഡിക്ലിനേഷനും വേണം. അതുപോലെ തന്നെ ട്രൂ ബെയറിംഗ് വേണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ബെയറിങ്ങും വേണം, ഡിക്ലിനേഷനും വേണം. പിന്നെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്ലസ് ഓർ മൈനസിലാണ്. അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എടുക്കേണ്ടത് എന്നുള്ളത് ഭയങ്കര ഒരു നമുക്ക് തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ടെക്സ്റ്റിലൊക്കെ കാണാം വെസ്റ്റ് സൈഡിലാണെങ്കിൽ മൈനസ് എടുക്കണം, ഈസ്റ്റ് സൈഡിലാണെങ്കിൽ പ്ലസ് എടുക്കണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും അത് അങ്ങനെ ഫോളോ ചെയ്താലും നമുക്ക് മിസ്റ്റേക്സ് പറ്റാറുണ്ട്. നമുക്കത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രോ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതൊരു 2-3 പ്രാവശ്യം, ഒരു 3-4 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രൂ ബെയറിംഗ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ ഇസ് 197 ഡിഗ്രി. അതുപോലെ ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കണം ഇഫ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഇസ് 3 ഡിഗ്രി വെസ്റ്റ്. അപ്പം നമുക്ക് ഇത് പ്രോബ്ലത്തിലിട്ട് നോക്കുവാണെങ്കിൽ വെസ്റ്റ് സൈഡാണ്, സോ മൈനസ് ആണ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കാൻ മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ ചെയ്താൽ മതിയാവും. അത് ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇക്വേഷൻ കറക്റ്റായിട്ട് തന്നെ വരും. പക്ഷെ നമുക്ക് ഡ്രോ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എഴുതി വയ്ക്കാം. 197 മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുണ്ട്. അതുപോലെ മാഗ്നറ്റിക് ഡിക്ലിനേഷനും നമുക്ക് തന്നിട്ടുണ്ട്. 3 ഡിഗ്രി വെസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രൂ ബെയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കുരിശ് വരയ്ക്കുന്നു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇത് ട്രൂ നോർത്താണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ബെയറിംഗ് ആണ് തന്നിരിക്കുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 3 ഡിഗ്രി വെസ്റ്റാണ്. അത് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാം. 3 ഡിഗ്രി വെസ്റ്റ് പ്ലോട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ദ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്. ആൻഡ് മാഗ്നറ്റിക് ബെയറിംഗ് 197 ഡിഗ്രിയാണ്. അതായത് അപ്പം മാഗ്നറ്റിക് നോർത്ത് നിന്നാണ് നമുക്കത് മെഷർ ചെയ്യേണ്ടത്. 197 എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ വരും. അതായത് ഇത് 180 ആണ്, ഇത് 197. അപ്പം നമ്മൾ ഈ മാഗ്നറ്റിക് നോർത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് 197 ഡിഗ്രി. നമുക്ക് വേണ്ടത് ട്രൂ ബെയറിംഗ് ആണ്. അപ്പോൾ ട്രൂ നോർത്തിൽ നിന്നാണ് അത് മെഷർ ചെയ്യേണ്ടത്. അതെവിടെ നിന്നാണ് മെഷർ ചെയ്യണത്? ഈ ട്രൂയിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഈ 197 ഡിഗ്രിയിൽ നിന്നും ഈ 3 ഡിഗ്രി മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 95 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ബെയറിംഗ് ആണ് തന്നിരിക്കുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡിക്ലിനേഷൻ ഈ ട്രൂ നോർത്തിൽ നിന്ന് നമ്മൾ 3 ഡിഗ്രി വെസ്റ്റ് മാർക്ക് ചെയ്തു. നമ്മുടെ മാഗ്നറ്റിക് നോർത്താണത്. ആ മാഗ്നറ്റിക് നോർത്തിൽ നിന്നാണ് നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗ് മെഷർ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് 197 എന്ന് പറയുന്നത് ഇവിടെ വരും ക്വാഡ്രൻറ്റിൽ. അപ്പം ഇത്രയും ഈ മാഗ്നറ്റിക് നോർത്തിൽ നിന്നാണ് ഇത് മെഷർ ചെയ്യേണ്ടത് 197 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത് ഈ ട്രൂ നോർത്തിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ്. സോ ഈ ട്രൂ നോർത്തിൽ നിന്ന് മെഷർ ചെയ്യുമ്പം ഈ 3 ഡിഗ്രി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ബെയറിംഗ് കിട്ടും. അതാണ് 197 ഡിഗ്രി മൈനസ് 3 ഡിഗ്രി 195 ഡിഗ്രി എന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താലും വെസ്റ്റ് സൈഡ് മൈനസ് ആണ് പറയുന്നത്, നെഗറ്റീവ് ആണ് പറയുന്നത്. സോ മാഗ്നറ്റിക് ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു MP, മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ ചെയ്യാം. അപ്പോഴും നമുക്ക് ആൻസർ കറക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എപ്പോഴും ഈ ഒരു ഫിഗർ വരച്ചിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ തന്നിട്ടുണ്ട് 217 ഡിഗ്രി. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ തന്നിട്ടുണ്ട് 2 ഡിഗ്രി വെസ്റ്റ്. ആൻഡ് ഫൈൻഡ് ദ മാഗ്നറ്റിക് ബെയറിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വെസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇത് വരയ്ക്കുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, വെസ്റ്റ്.
ഇനി നമുക്ക് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ തന്നേക്കുന്നത് 2 ഡിഗ്രി വെസ്റ്റ് ആണ്, അതായത് ഇങ്ങോട്ട്. ദറ്റ് ഇസ് മാഗ്നറ്റിക് നോർത്ത്, ഇത് ട്രൂ നോർത്ത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 2 ഡിഗ്രി വരച്ചിട്ടുണ്ട്. ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ 217 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 217 എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറയുമ്പോൾ ട്രൂ നോർത്തിൽ നിന്നാണ് അത് മെഷർ ചെയ്ത് വെച്ചേക്കണേ 217 ഡിഗ്രി. നമുക്ക് വേണ്ടത് മാഗ്നറ്റിക് ബെയറിംഗ് ആണ്. സോ നമ്മൾ എവിടെ നിന്ന് മെഷർ ചെയ്യണം? ഈ മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് മെഷർ ചെയ്യണം. അതായത് 217 ഡിഗ്രി പ്ലസ് 2 ഡിഗ്രിയാണ് ചെയ്യേണ്ടത്. 219 ഡിഗ്രിയാണ് നമുക്കിവിടെ മാഗ്നറ്റിക് ബെയറിംഗ് കിട്ടേണ്ടത്. ഇവിടെ +2 ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന്, അതായത് ട്രൂ നോർത്താണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മാഗ്നറ്റിക് നോർത്താണ്. സോ ഈ 2 ഡിഗ്രി കൂടി ഇൻക്ലൂഡായി വരുമ്പോഴാണ് നമുക്കത് മാഗ്നറ്റിക് നോർത്ത് കിട്ടുള്ളൂ. അപ്പം അത് പ്ലസ് ചെയ്തു. ഓക്കെ, ഒരു പ്രോബ്ലമാണ്. ഇഫ് ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ദ ലൈൻ ഇസ് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഇസ് 2 ഡിഗ്രി ഈസ്റ്റ്, ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ബെയറിംഗ്. അപ്പം 2 ഡിഗ്രി ഈസ്റ്റാണ് പ്ലസ് ചെയ്യും നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ. അപ്പം നമുക്കിതിൽ ചെയ്ത് നോക്കാം പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുണ്ട്. ഇത് ക്വാഡ്രൻറ്റിലാണ് തന്നിരിക്കുന്നത്. ഇപ്പം എന്തിലാണെങ്കിലും നമുക്ക് ഡ്രോ ചെയ്യാൻ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം തന്നാലും നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിക്ലിനേഷൻ തന്നിരിക്കുന്നത് 2 ഡിഗ്രി ഈസ്റ്റിലാണ്. ഓക്കെ, നമുക്കത് വരച്ച് നോക്കാം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ, മാഗ്നറ്റിക് ബെയറിംഗ് ആണ് തന്നേക്കുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 2 ഡിഗ്രി ഈസ്റ്റ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഡിഗ്രി ഈസ്റ്റ്, ഇതാണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്. ആൻഡ് മാഗ്നറ്റിക് ബെയറിംഗ് നമുക്ക് തന്നേക്കണം ക്വാഡ്രൻറ്റ് നോർത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ വരും. ഇതാണ് ഈ മാഗ്നറ്റിക് നോർത്താണ് നമുക്ക് തന്നിരിക്കുന്നത്, അതായത് മാഗ്നറ്റിക് ബെയറിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഈ നോർത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 37 ഡിഗ്രി. ഓക്കെ, ക്വാഡ്രൻറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ടേ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ 37 ഡിഗ്രി. നമുക്ക് വേണ്ടത് എന്താണ്? ട്രൂ ബെയറിംഗ് ആണ്. ട്രൂ ബെയറിംഗ് എന്ന് പറയുമ്പം ട്രൂ നോർത്തിൽ നിന്ന് മെഷർ ചെയ്യണം. ട്രൂ നോർത്തിൽ നിന്നാണ് നമുക്ക് മെഷർ ചെയ്തെടുക്കേണ്ടത്. സോ ഇതാണ് ഫുള്ളാണ് 37 ഡിഗ്രി. നമുക്ക് വേണ്ടത് ഇത്ര മതി, ട്രൂ നോർത്തിൽ നിന്നുള്ളത് മതി. സോ നമുക്ക് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ -2 ഡിഗ്രി. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈസ്റ്റ് ആണെങ്കിലും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, ഇത് വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയേക്കണം മൈനസ് ആണ്. അപ്പോൾ അത് വ്യത്യാസം നമ്മുടെ ആ ഒരു ഇക്വേഷനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത് വരച്ച് തന്നെ ചെയ്യണം എന്ന് പറയണത്. 37 - 2 ദാറ്റ് ഈസ് ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു ആ സെയിം ക്വാഡ്രൻറ്റ് തന്നെ നോർത്ത് വെസ്റ്റ് 37 - 2 ആണ് ആൻസർ വരുന്നത്. ഡിഗ്രി നോർത്ത് 35 ഡിഗ്രി വെസ്റ്റ്. അപ്പം ഇങ്ങനെ ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒന്ന് മനസ്സിലായി വരാൻ വേണ്ടി അതിങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നമുക്കത് ക്ലിയർ ആവും. ഓക്കെ, ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ലൈൻ AB തന്നിട്ടുണ്ട്. ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് A എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസാണ് തന്നേക്കണേ. അപ്പോൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് ചെയ്യുക. അതായത് ആദ്യത്തെ ഡിക്ലിനേഷൻ 9 ഡിഗ്രി എടുത്തിട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. 5 ഡിഗ്രി എടുത്തിട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾ ഇപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം ഇന്ന് ഇതാണ് നമ്മുടെ പോർഷൻ. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു.